ഹാവ് ടു ബി എ ഫൗണ്ടൻ ആൻഡ് നോട്ട് എ ഡ്രെയിൻ. അതായത് നമ്മൾ ഒരു ഉറവയായി മാറണം, ചോർച്ചയാകരുത്. നമ്മൾ ജീവിതത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു അവിടെ ഒരു റിസർവയർ, നമുക്കൊരു ഉറവയുണ്ടായിരിക്കണം. അത് നിറച്ച് ഒരു ഫൗണ്ടൻ പോലെ അതിൽ നിന്ന് വെള്ളം പുറത്തോട്ട് വരുന്നതായിരിക്കണം. അല്ലാതെ എല്ലാം ഡ്രെയിൻ ചെയ്ത് പൈപ്പിട്ട് ഡ്രെയിൻ ചെയ്ത് പോകുന്ന പോലെ ആകരുത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. നമ്മൾ ആരാകണം നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പം നമുക്കൊരു ദൈവീകമായ അതോറിറ്റി ദൈവം തന്നിരിക്കുകയാണ്. ഐ ടോക്ട് അബൌട്ട് അതോറിറ്റി ഏർലിയർ. അപ്പം ഈ അതോറിറ്റി ദൈവം തന്നിരിക്കുന്നത് നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ കൂടെ കാണിക്കാനുമാണ്. പലപ്പോഴും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജഡമാണ് പൊങ്ങി വരുന്നത്. അതുകൊണ്ട് കുറച്ചു കാലം ഷൈൻ ചെയ്യാം, കുറച്ച് നാൾ, പക്ഷെ എന്നേക്കും നിലനിൽക്കത്തില്ല. അതിന് ഈ അനോണിമസ് എന്ന് പറഞ്ഞൊരു ബുക്കിനകത്ത് വളരെ ഭംഗിയായിട്ട് അലീഷ്യ ബ്രിറ്റ് ചോള എന്ന് പറഞ്ഞൊരു സ്ത്രീയെ അവരെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, വളരെ അനുഗ്രഹിക്കപ്പെട്ടു. വെൻ പൊസിഷൻ ബേസ്ഡ് അതോറിറ്റി is not accompanied by submission based authority, the resulting spiritual leadership is often characterized by the endless creation of rules and regulations. വളരെ പ്രധാനപ്പെട്ടത്. അതായത് നമ്മുടെ സ്ഥാനമാനങ്ങൾ, നമ്മുടെ ഓരോ സ്ഥാനത്തിനനുസരിച്ചൊരു അതോറിറ്റി ഉണ്ട്. അത് ആ സ്ഥാനത്തിനുള്ള അതോറിറ്റി സബ്മിഷൻ ബേസ്ഡ് അതോറിറ്റി അല്ല എങ്കിൽ, അതായത് നമ്മൾ വേറൊരാൾ നമ്മുടെ മേളിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ള അതോറിറ്റിയിലല്ല നിൽക്കുന്നത് എങ്കിൽ എന്ത് സംഭവിക്കും? ഈ അതോറിറ്റി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് ഒരു 100 നിയമങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെക്കും. അങ്ങോട്ട് നോക്കല്ല, ഇങ്ങോട്ട് നോക്കല്ല, അപ്പുറത്തോട്ട് പോയേക്കല്ല, ഇപ്പുറത്തോട്ട് പോയേക്കുന്നില്ല, ചെയ്യുന്നതെല്ലാം അവർ കുറ്റമായിട്ട് കണ്ടുപിടിക്കും. ബിക്കോസ് നമുക്കൊരു സബ്മിസീവ് അതോറിറ്റി നേച്ചർ ഇല്ല. നമുക്ക് അതോറിറ്റി ദൈവം തന്നിരിക്കുക, പക്ഷേ എനിക്ക് എപ്പോഴും ഒരു ചിന്ത വേണം, എൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ അതോറിറ്റി ഉണ്ട്. അതല്ല, നമുക്ക് ഭാര്യമാർക്കൊരു ചിന്ത വേണം, ഭർത്താവിൻ്റെ അതോറിറ്റി, അവർ മിണ്ടുന്നോ ഉണ്ടായിരിക്കുകയിട്ട് ദേവൻ അതോറിറ്റി വിച്ച് ഗോഡ് ഹാസ് ഗിവൺ. മക്കൾക്ക് ഒരു ചിന്ത വേണം, അവരുടെ മേൽ ഒരു അതോറിറ്റി അപ്പനമ്മമാർക്കുണ്ട്. എന്ത് പ്രായമായിക്കോട്ടെ, പണമുണ്ട് പണമില്ല അതൊന്നുമല്ല, ദിസ് ഈസ് എൻ അതോറിറ്റി. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതില്ലാതെ നമ്മൾ കുറേ പൈസ ഉണ്ടാക്കി പേരുണ്ടാക്കി എന്ന് വെച്ചേക്കാം, നമുക്ക് പിന്നെ നമ്മുടെ തോന്നിവാസമുള്ള ജീവിതമാണ്. അതുകൊണ്ട് ദൈവത്തിന് ഒരു മഹത്വവും വരുന്നില്ല. അപ്പം ദിസ് വുമൺ റൈറ്റ്സ് വെരി ക്ലിയർലി, വെൻ പൊസിഷൻ ബേസ്ഡ് അതോറിറ്റി, അതായത് നമ്മുടെ ഓരോ സ്ഥാനമാനങ്ങൾ മൂലം നമുക്കൊരു അതോറിറ്റി കിട്ടും. അപ്പോൾ നമ്മളൊരു ഒരു കമ്പനി നടത്തുക, അതിൻ്റെ ഓണറായിട്ട്, അതിൻ്റെ CEO അല്ലെങ്കിൽ ചീഫായിട്ട് ഇരിക്കുമ്പോൾ നമുക്കതിനൊരു അതോറിറ്റി ഉണ്ട്. നമുക്ക് താഴെയുള്ളവരെ എങ്ങനെ വേണമെങ്കിലും ഭരിക്കാം, താഴെയുള്ള സ്ത്രീകളെ മിസ്യൂസ് ചെയ്യാം. ഓൾ ദോസ് തിങ്സ് ആർ അതോറിറ്റിയാണ്. പക്ഷേ ഒരു സബ്മിഷൻ മേത്സത്, അതായത് ഞാൻ വേറൊരാളുടെ അതോറിറ്റിയുടെ കീഴിൽ, അല്ലെ എൻ്റെ ദൈവം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്, അതിനാൽ ഞാൻ ശുദ്ധിയായിട്ട് ജീവിക്കണമെന്നുള്ള ബോധമില്ലെങ്കിൽ എവറിത്തിങ് വിച്ച് ഈസ് ഗിവൺ, പണി, പവർ, എവറിത്തിങ് ഈസ് യൂസ്ഡ് ഓൺ എ റോങ് ബേസിസ്. ഇല്ലേ? ജോസഫിൻ്റെ ജീവിതത്തിൽ അതോറിറ്റി ഉണ്ടായിരുന്നു. ജോസഫിൻ്റെ അതോറിറ്റി, he understood the submission based authority, അതായത് എന്നെ ഏൽപ്പിച്ച യജമാനൻ്റെ അതോറിറ്റിയുടെ കീഴിലാണ് ഞാൻ നിൽക്കുന്നത്, അല്ല അയാളെക്കാട്ടി വലുതല്ല. അണ്ടർസ്റ്റാൻഡ്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതുകൊണ്ടാണ് പൊത്തിഫറിൻ്റെ വീട്ടിൽ വെച്ച്, പൊത്തിഫർ ഇവിടെ ഇല്ലായിരുന്നു, അവൻ്റെ ഭാര്യ പല പ്രാവശ്യം ഈ ജോസഫിൻ്റെ പുറകെ നടന്നു. ലാസ്റ്റിൽ നിവൃത്തിയില്ലാതായപ്പോഴാണ് അവൻ്റെ അടുക്കൽ അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താണ് അവൻ പറയുന്നത്? ഈ വീട്ടിലുള്ള സകലത്തിൻ്റെയും അധികാരം, അതോറിറ്റി എനിക്ക് തന്നിരിക്കുകയാണ്, പക്ഷേ എൻ്റെ അധികാരം സബ്മിഷൻ ബേസ്ഡ് അതോറിറ്റിയാണ്. അതായത് എൻ്റെ മുകളിലുള്ള യജമാനൻ എനിക്ക് തന്ന അതോറിറ്റിയെ എനിക്കെടുക്കാനൊക്കത്തുള്ളൂ. ആ അധികാരം അനുസരിച്ച് യജമാനൻ്റെ ഭാര്യയെ തൊടുവാൻ എനിക്ക് അവകാശമില്ല. എത്ര പേര് ഈ സത്യം അറിയുന്നുണ്ട്? അത് നമുക്ക് നേരിട്ട് നോക്കാം. ദൈവം എനിക്കൊരു പദവി തരുമ്പോൾ അത് റൂൾസ് ആൻഡ് റെഗുലേഷൻ വെച്ച് നിയന്ത്രിക്കുന്നതിന് പകരം ഞാൻ ദൈവത്തിന് എത്രമാത്രം അനുസരിക്കുന്നോ, സബ്മിസീവായിട്ട് അനുസരിക്കുന്നോ, അത്രമാത്രമേ എനിക്കും താഴോട്ടുള്ള പ്രവർത്തനം ഒക്കത്തുള്ളൂ. നമുക്ക് വടിയും കോലും എടുത്തിട്ട് ചെയ്യാനൊന്നും അധികാരമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ടേക്സ് ടൈം ടു അണ്ടർസ്റ്റാൻഡ്, ബട്ട് ഇറ്റ് ഈസ് സബ്മിഷൻ ബേസ്ഡ് അതോറിറ്റി. അതാണ് ജോസഫിനുണ്ടായിരുന്നത്.
മുകളിലിരിക്കുന്ന പൊത്തിഫറിന് തല വെട്ടി മാറ്റി വെച്ചുള്ള അതോറിറ്റി ജോസഫ് എടുത്തില്ല. അതുതന്നെ സബ്മിഷൻ ബേസ്ഡ് അതോറിറ്റി. സബ്മിഷൻ ബേസ്ഡ് അതോറിറ്റി ഡെവലപ്സ് ഇൻ അസ് ദ സ്ട്രെങ്ത് ഓഫ് ഹ്യൂമിലിറ്റി. അതായത് ഞാൻ മേളിൽ ഒരാൾക്ക് ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഞാൻ അവരോട് ചോദ്യത്തിന് ഉത്തരം പറയേണ്ടിവരാണ് എന്ന് നമ്മുടെ ഹൃദയത്തിൽ ചിന്ത വരുമ്പം നമുക്ക് ഹ്യൂമിലിറ്റി അല്ലെ വിനയം വരും. നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ കഴിവുകൾക്കും ഞാൻ ദൈവത്തോട് ഉത്തരം പറയേണ്ടിയവനാണ് എന്നുള്ള ബോധം വരുമ്പോൾ നമുക്ക് ഉള്ളിൽ വിനയം വരും. അതല്ലോ ഇതെൻ്റെ കഴിവ്. അതുകൊണ്ടാണ് സ്വയകഴിവിൽ ആശ്രയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് പറയുന്നത്. അത് മാറിപ്പോകട്ടെ, ആ ബന്ധനം അഴിഞ്ഞു പോകട്ടെ. വെൻ പൊസിഷൻ ആൻഡ് സബ്മിഷൻ വോക്ക് ടുഗദർ ദ കോമ്പിനേഷൻ ഈസ് സ്പിരിച്വലി ലൈഫ് ഗിവിങ്. അതായത് പദവിയും സബ്മിഷനും, അതായത് കീഴ്വഴക്കവും എന്നാൽ പദവി ഉപയോഗിക്കുന്ന രണ്ടും കൂടെ ഒന്നിച്ചല്ല. കീഴ്വഴക്കാര് എന്നെ ഏൽപ്പിച്ച ജോലി ദൈവം ഏൽപ്പിച്ചതാണ്. ജോസഫിൻ്റെ കാര്യത്തിൽ പൊത്തിഫർ ഏൽപ്പിച്ചതിൻ്റെ ഉപരിയായിട്ട് ഞാൻ പോകത്തില്ല. അതൊരു സബ്മിസീവ് കീഴ്വഴക്കമാണ്. എന്നാൽ ഞാൻ ബാക്കി കാര്യങ്ങളിൽ ബാക്കി എല്ലാ വീട്ടിലെ കാര്യത്തിന് അതോറിറ്റി എൻ്റെ മേലെ, അതിന് ഞാൻ അതോറിറ്റി എടുക്കും. ദാറ്റ്സ് വെരി. അപ്പം അങ്ങനെയുള്ളവർ ദേ ബിക്കം എ റിസോഴ്സ്ഫുൾ. അതുകൊണ്ടാണ് ആ സ്വഭാവം കണ്ടിട്ടാണ് ജോസഫിനെ പിടിച്ച് പൊത്തിഫർ എല്ലാം ഏൽപ്പിക്കുന്നു. അല്ല, ജോസഫ് ജയിലിൽ പോയി, അവിടെയും ചെന്ന് അവിടുത്തെ മാനേജേഴ്സ് എല്ലാം ജോസഫിനെ ഏൽപ്പിച്ചു. He had the submission based authority in him. അതാണ് നമ്മളൊരു ഡ്രെയിനേജ് പോലെ അകത്തുനിന്നെല്ലാം താഴോട്ട് വലിച്ചെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ പാരസൈറ്റ് പോലെ മറ്റുള്ളവരെ ആശ്രയിച്ച് അവരെ ഇല്ലാതാക്കുന്നവരാകാതെ നമ്മൾ തന്നെ ഒരു റിസർവോയറാക്കി എല്ലാം എൻ്റെ ഭവനത്തിലുണ്ട്, എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്. അതാണ് സദൃശ്യവാക്യത്തിൽ ജ്ഞാനമുള്ള സ്ത്രീയെക്കുറിച്ച് പറയുന്നത്. 7 തൂണുകൾ കൊണ്ട് ഒരു ഭവനമുണ്ടാക്കി. ആ ഭവനത്തിൽ ഇല്ലാത്തതൊന്നുമില്ല, എല്ലാം നിറഞ്ഞിരിക്കുകയാണ്. ദാറ്റ്സ് എ റിസർവോയറാണ്. അത് റിസോഴ്സ്, അതൊരു ഡ്രെയിനേജ് അല്ല. ഒരു സ്ത്രീയാണ് ആ വീടിൻ്റെ ഐശ്വര്യം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് വുമൺ, ഹൗ ദ ഫാമിലി ഈസ് പ്രോസ്പറിങ്. സദൃശ്യവാക്യത്തിനകത്ത് സ്ത്രീകളിൽ ജ്ഞാനമുള്ളവർ തൻ്റെ വീട് പണിയുന്നു, പോഷത്വമുള്ളവളോ സ്വന്തം കൈകളാൽ പൊളിച്ച് കളയുന്നു. വേറെടുത്ത് എഴുതിയിട്ടുണ്ട് ജ്ഞാനമുള്ള സ്ത്രീകളെക്കുറിച്ച്. സ്ത്രീകളിൽ സാമർഥ്യമുള്ള സ്ത്രീകൾ വീട് പണിയുമ്പം അതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന. എന്നാൽ അതാണ് ഈ സദൃശ്യവാക്യം 31 നോക്കുമ്പോൾ എല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു അനുഭവമാണ് ആ സ്ത്രീയെ, സാമർഥ്യമുള്ള സ്ത്രീയെക്കുറിച്ച് പറയുന്നത്. 31 സദൃശ്യവാക്യം 31 കയറാം. അതായത് പറയുന്നത് ഇങ്ങനെയാണ്: സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും. ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു, അവൻ്റെ ലാഭത്തിന് ഒരു കുറവുമില്ല. അവൾ തൻ്റെ ആയുഷ്കാലമൊക്കെയും അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു. പിന്നെ അവൾ ഓരോന്ന് ചെയ്യുന്ന പറഞ്ഞിട്ട് അവളൊരു കച്ചവട കപ്പൽ പോലെയാവുന്നു, ദൂരത്ത് നിന്ന് ആഹാരം കൊണ്ടുവരുന്നു. നന്നായി രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാരികൾക്ക് ഓഹരിയും കൊടുക്കുന്നു. ഷീസ് എ റിസർവോയർ. ഷീ ഈസ് നോട്ട് വേസ്റ്റിംഗ് എനിത്തിങ്. അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നില്ല. പിന്നെ അവൾ ചെയ്യുന്ന ജോലികളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 28 അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു. അവളുടെ ഭർത്താവ് അവളെ പ്രശംസിക്കുന്നത്. അനേകം തരുണികൾ സാമർഥ്യം കാണിച്ചിട്ടുണ്ട്, നീയോ അവരെല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കുന്നു. ലാവണ്യം വ്യാജ്യവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു. യഹോവഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുപ്പീൻ. അവളുടെ സ്വന്തം പ്രവൃത്തികൾ പട്ടണവാതിൽക്കൽ അവളെ പ്രശംസിക്കട്ടെ. അപ്പോൾ പ്രശംസ, ഷീസ് എ റിസർവോയർ. അതാണ് നമ്മളൊരു ഡ്രെയിനേജായിട്ട് മുഴുവനും ചോർത്തിക്കളയുന്നവരായി മാറാതെ നമ്മളൊരു റിസർവെയർ അല്ലെങ്കിൽ നമ്മളൊരു സംഭരണിയായിട്ട് മാറുമ്പോൾ അതിനകത്ത് നിറച്ചുണ്ട്. അതിൽ നിന്നാണ് പുറത്തോട്ട് ഓവർഫ്ലോ ചെയ്തിട്ടാണ് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നത്. സൂക്ഷിച്ച് വെക്കാൻ കഴിവുള്ളവർ എത്ര പേർക്ക് കഴിവുണ്ട്? പഴയ കുടുംബങ്ങളിലൊക്കെ ചെന്നാൽ നമ്മുടെയൊക്കെ പ്രായമുള്ള വല്യമ്മച്ചിമാർ അറയുടെയൊക്കെ താക്കോൽ അവരുടെ അരയിൽ അതിങ്ങനെ തൂക്കിയിട്ടാണ് നടക്കുന്നതാണ്. എത്രയോ എല്ലാ താക്കോലും അവരുടെ കയ്യിലാണ്, ഒരാളിലാണ്. അപ്പൻ പോലും അതിനകത്തുനിന്നൊന്നും അവരോട് ചോദിക്കാൻ എടുത്ത് കൊടുക്കൂല. വി ഷുഡ് ബി എ റിസർവയർ, നോട്ട് എ ഡ്രെയിൻ. നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
നല്ലവനായ ദൈവമേ, വേദപുസ്തകം പഠിപ്പിക്കുന്നത് നമ്മളെ ബുദ്ധിയുള്ളവരായിട്ട് സാമർഥ്യത്തോടെ ജീവിക്കാനാണ്. പല സ്ത്രീകളും പരതി നടക്കുമ്പോഴും സാമർഥ്യമുള്ള സ്ത്രീ, ജ്ഞാനമുള്ള സ്ത്രീ, ജ്ഞാനം കൊണ്ട് അവരുടെ ഭവനം പണിയുന്നെന്നാണ് പറയുന്നത്. അനേക ആബിഗേലിനെ ഉണ്ടാക്കുക എന്നാണ് ദൈവം എന്നോട് ഏൽപ്പിച്ച ചുമതല. ഞാനീ പറയുന്ന വചനം കേട്ടിട്ട് എത്രയോ സ്ത്രീകൾ ആബിഗേലായി മാറുന്നു എന്ന് നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ ദൈവമേ, നിൻ്റെ വചനം ഞങ്ങളുടെ ഉള്ളിൽ നിറയുമ്പോൾ, ഞങ്ങൾ വീട് പണിയുന്ന നിൻ്റെ വചനമാകുമ്പം, അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നത് നിൻ്റെ വചനത്തിന്മേലാണെങ്കിൽ ആ ഭവനം നിലനിൽക്കും. ഇടയ്ക്കിടയ്ക്ക് കാറ്റും കോളും കയറി വരുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ അത് കയറി വരും. പക്ഷേ വന്ന വഴിക്ക് അത് ഇറങ്ങിപ്പോവും, നിൽക്കത്തില്ല. വേലിയേറ്റം പോലെ അത് കയറി വരും. അത് കഴിയുമ്പോൾ ഒരു വേലി ഇറക്കം ഉണ്ടല്ലോ കർത്താവേ. അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും ഭയപ്പെടാതെ ഉറച്ചു നിൽക്കാൻ, ഉറച്ച പാറയാവുന്ന ക്രിസ്തുവിൽ നിൽക്കാൻ ഞങ്ങളെയും തലമുറകളെയും പഠിപ്പിച്ചേ പറ്റും. ഞങ്ങളുടെ നായകൻ, ഞങ്ങളുടെ യുദ്ധവീരൻ, നിൻ്റെ വാ കൊണ്ട് പറഞ്ഞിട്ട് ഐ ആം ഇൻ ചാർജ്, ഞാനാണ് നിങ്ങളുടെ കാര്യം നോക്കുന്നത്. നീ ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്തു സ്തുതിക്കുന്നു. പ്രാർത്ഥനയായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഓടി വന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.